ഒപ്പമുണ്ടായിരുന്ന ഷൈറ്റിന്റെ വെടിയേറ്റാണ് തട്ടേക്കാട് വനത്തിൽ ടോണി മാത്യു മരിച്ചതെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായിരുന്നു. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെടിയുതിർത്തപ്പോൾ ടോണിക്ക് അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നെന്നാണ് പ്രതികൾ നൽകിയ മൊഴി. ഈ ഘട്ടത്തിലാണ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെ പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. കേസിൽ പ്രതിയായ ഷൈറ്റിന് ടോണി മാസങ്ങൾക്ക് മുൻപ് 2,15,000 രൂപ നൽകിയിരുന്നതായി ഇവർ പറയുന്നു. ടോണിയുടെ പേഴ്സണൽ ഡയറിയിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എല്ലാം കൂട്ടിവായിക്കുമ്പോൾ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഞാൻ നായാട്ടുകാരനല്ല, എൻ്റെ മോനെ നായാട്ടുകാരൻ. ഡയറി ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇവന് 2,15,000 രൂപ ഷൈറ്റിന് കൊടുത്തതായിട്ട്. അത് 10ാം മാസത്തിലാണ്. അതിനിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകനും വ്യക്തമാക്കി. എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുവാനാണ് വക്കീൽ എന്ന നിലയ്ക്ക് ടോണിയുടെ പിതാവ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ടോണി മരിച്ചത് ആനയുടെ ആക്രമണത്തിലായിരുന്നെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ വെടിയേറ്റുണ്ടായ രക്തസ്രാവത്തെ തുടർന്നായിരുന്നു മരണമെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.